നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22 ചൊവ്വ 2025. അങ്ങനെ ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ ഒരു വടംവലി ദൃശ്യമായി ബിയേഴ്സിന്റെയും ബുൾസിന്റെയും ഭാഗത്ത് നിന്ന്. ഇന്ന് നമ്മുടെ മാർക്കറ്റില് സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയയും PSU ബാങ്കും തകർന്ന് അടിയുന്ന കാഴ്ചയാണ് കണ്ടത്. മീഡിയ 2% PSU ബാങ്കുകൾ 1.5% ഇടിവുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് NSEയിൽ 1135 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1530 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇറ്റേണൽ, HDFC ലൈഫ്, ടൈറ്റാൻ കമ്പനി, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ശ്രീറാം ഫൈനാൻസ്, ജിയോ ഫിനാൻഷ്യൽ, ഐഷ മോട്ടോഴ്സ്, അദാനി പോർട്സ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെടുകയുണ്ടായി. നിഫ്റ്റിക്ക് ഇന്ന് 25,000 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റി ഉൾപ്പെടെ എല്ലാ ലീഡിംഗ് ഇൻഡസ്ട്രീസും ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. എന്നാൽ ഫിൻനിഫ്റ്റി ഇന്ന് 3.5 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് എല്ലാ സെക്ടേഴ്സിലും ദൃശ്യമാവുകയുണ്ടായത്, ഇൻക്ലൂഡിംഗ് IT, ഓട്ടോ, PSU ബാങ്ക്, ഫാർമ, മീഡിയ, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകൾ 0.4% മുതൽ 2% ഏറെ നഷ്ടം നേരിടുക ഉണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 7 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 86.36 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നേട്ടത്തോടു കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ദൃശ്യമായെങ്കിലും അവിടെ നിന്നും മാർക്കറ്റില് ഒരു ചോപ്പി ട്രേഡിംഗ് സെക്ഷനോട് കൂടിയിട്ട് പച്ചയും ചുവപ്പിനും ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യാപാരമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ത്രൂ ഔട്ട് കാണുവാനായിട്ട് സാധിക്കുക ഉണ്ടായത്. നിലവിൽ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതുകൂടാതെ ഇന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി ഒക്കെ വരാനിരിക്കെ കൂടിയും ഇന്ത്യ വിക്സ് 4.02% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അൾട്രാ കൂളായി മാറുന്നതാണ് ദൃശ്യമാകുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നേട്ടത്തോടു കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ദൃശ്യമായെങ്കിലും അവിടെ നിന്നും മാർക്കറ്റില് ഒരു ചോപ്പി ട്രേഡിംഗ് സെക്ഷനോട് കൂടിയിട്ട് പച്ചയും ചുവപ്പിനും ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യാപാരമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ത്രൂ ഔട്ട് കാണുവാനായിട്ട് സാധിക്കുക ഉണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റില് ചോപ്പി ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നെങ്കിൽ കൂടിയിട്ടും പല പ്രാവശ്യം മാർക്കറ്റ് മുന്നോട്ട് കുതിക്കുവാൻ പരിശ്രമിക്കുന്നതായിട്ട് കണ്ടു. അതേപോലെ തന്നെ എപ്പോഴൊക്കെ മുന്നോട്ട് കുതിക്കുന്നുവോ അപ്പോഴൊക്കെ ഒരു വീഴ്ചയും മാർക്കറ്റിൽ അനുഭവപ്പെടുന്നതായിട്ട് ദൃശ്യമായി. ഇതിനുള്ള കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് മാർക്കറ്റ് ഒരു റാലിക്കായി ശ്രമിക്കുവാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ആദ്യമായി തന്നെ ഇന്നലെയും US മാർക്കറ്റില് S&P 500 പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇത് ഈ വർഷത്തിൽ മാത്രം 10ാമത്തെ തവണയാണ് S&P 500 തുടർച്ചയായിട്ട്. സ്വാഭാവികമായിട്ടും മദർ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന റാലി അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായ ഉണർവും അതിനെ തുടർന്ന് ഉണ്ടായ കോൺഫിഡൻസും തൽഫലമായി ഇന്ന് നമ്മുടെ മാർക്കറ്റ് പല തവണ ഉയരുവാനായിട്ട് ശ്രമിക്കുന്നതും രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മുന്നോട്ട് നയിക്കുവാൻ പല സമയത്തും ഘടകമായി മാറിയത് നമ്മുടെ മാർക്കറ്റില് നിലവില് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹ്യൂജ് പാർട്ടിസിപ്പേഷന്റെ ഫലമായിട്ട് വരുന്ന ഹ്യൂജ് ലിക്വിഡിറ്റി തന്നെയാണ്. ഈ മാസത്തില് കഴിഞ്ഞ 15 ട്രേഡിംഗ് സെക്ഷനിലും 14 ട്രേഡിംഗ് സെക്ഷനിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് ബയേഴ്സ് ആയി മാറുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്ന് ചോപ്പി ട്രേഡിംഗ് സെക്ഷന് ശേഷം എല്ലാ ഇൻഡസ്ട്രീസും നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും നമ്മുടെ മാർക്കറ്റിനെ പലപ്പോഴും ഇന്ന് മുന്നോട്ട് നയിക്കുവാനായിട്ട് കാരണമാക്കിയത് ഈ 2 ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വലിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായി തന്നെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ശോഷണം തന്നെയാണ്. രണ്ടാമതായിട്ട് ഇന്ന് നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു, നിഫ്റ്റി റിയാലിറ്റിയുടെ ഭാഗത്ത് നിന്നും ഫസ്റ്റ് കമ്പനി ഒബ്രോയ് റിയാലിറ്റി അതിന്റെ Q1 റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. റിസൾട്ടുകൾ മോശമായി വന്നതിനെ തുടർന്ന് ഇന്നത് ഇന്ത്യൻ റിയാലിറ്റി ഇൻഡെക്സിനെയും മോശമായി ബാധിക്കുകയുണ്ടായി. ലീഡിംഗ് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് ആയ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഫോണിക്സ് തുടങ്ങി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഇന്ന് 2% ഇടിവ് നേരിടുന്നതായിട്ട് കണ്ടു. അതുകൂടാതെ നിഫ്റ്റി മീഡിയയിൽ 2% തകർച്ച വന്നതും PSU ബാങ്കുകളിൽ 1.5% തകർച്ച നേരിട്ടതൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയുണ്ടായി. ഈ കാരണങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് പലപ്പോഴും വലിക്കുന്നതായിട്ട് കാണുവാനായിട്ട്
കാരണം. ഇന്ന് നമ്മുടെ മാർക്കറ്റില് സെൻസെക്സിലും നിഫ്റ്റിയിലൊക്കെ പലപ്പോഴും മുന്നോട്ട് കുതിക്കുവാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇറ്റേണൽ നമ്മൾ കണ്ടു 2 ദിവസത്തിലേറെയായി Q1 റിസൾട്ടുകൾ വന്നതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായി റാലി കാണുന്നുണ്ട്. സോ ഇറ്റേണലിന്റെ ഭാഗത്തു നിന്ന് വന്ന പോസിറ്റീവ് സെന്റിമെന്റ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകളുടെ പ്രകടനവുമാണ് ഇന്ന് ഒരു ഘട്ടത്തിൽ സെൻസെക്സിൽ 150-ലേറെ പോയിന്റുകളുടെ നേട്ടവും നിഫ്റ്റിയിൽ 25,100 എന്ന ലെവലിന് മുകളിലേക്കും ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ റാലി നടത്തുവാനായിട്ട് കാരണമാക്കിയത്. ക്ലോസിംഗ് ബേസിസിൽ അത് നിലനിന്നില്ലെങ്കിൽ കൂടിയിട്ടും പ്രധാനപ്പെട്ട കമ്പനികളായ പിഡിലൈറ്റ്, ആദിത്യ ബിർള AMC തുടങ്ങി 18 കമ്പനികളുടെ ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് ആണ് നാളെ ബുധനാഴ്ച. അതുപോലെ തന്നെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം 150 കമ്പനികൾ ഇനി 12 മാസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുവാനുള്ള പേപ്പർ വർക്കിലാണെന്ന് പറയപ്പെടുന്നു. $30 ബില്യൺ മൂല്യമാണ് ഈ IPOസിനെല്ലാം കൂടി കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്ന വളർച്ചയും തൽഫലമായി തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ വിസ്തൃതി എത്രയധികം വർദ്ധിക്കുമെന്നും കൂടി നമ്മൾ ആലോചിക്കുക. കണ്ടീഷൻസിനോടുകൂടി ജെയിൻ സ്ട്രീറ്റിനെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വ്യാപാരത്തിൽ തുടരുവാൻ സെബി അനുവാദം നൽകി എന്നുള്ള വാർത്തകൾ വരികയും അത് സ്ഥിരീകരണം വന്നതോട് കൂടിയിട്ട് ഇന്നും MCX, BSE മറ്റുള്ള ബ്രോക്കറേജിംഗ് സ്റ്റോക്കുകളിലൊക്കെ 2% റാലി അനുഭവപ്പെടുന്നതായിട്ടും ദൃശ്യമായി. ഇന്നലെയും ഇന്നുമായി ഇറ്റേണൽ സ്റ്റോക്കിൽ ഉണ്ടായ റാലിയെ തുടർന്ന് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് 3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ പോയി. തൽഫലമായിട്ട് സ്റ്റോക്ക് നിഫ്റ്റി 50-യിലെ രാക്ഷസൻ സ്റ്റോക്കുകളായ വിപ്രോ, ടാറ്റ മോട്ടോഴ്സ് മറ്റ് ഒട്ടനവധി സ്റ്റോക്കുകളെ മറികടക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ 25 പോയിന്റുകളുടെ നേട്ടം മാത്രമേ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. യൂറോപ്യൻ മാർക്കറ്റിൽ UK മാർക്കറ്റ് ഫ്ലാറ്റ് ആണ്. തത്സമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 1% നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ സിംഗപ്പൂർ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടും ഹോങ്കോങ്, ചൈനീസ് മാർക്കറ്റിൽ നേട്ടത്തോടു കൂടിയും ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകളും നഷ്ടത്തിലാണ് വ്യാപാരം തുടരുന്നതും അവസാനിപ്പിച്ചതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഗോൾഡിലൊക്കെ ഇടിവ് നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സി എന്റർടൈൻമെന്റ് നെറ്റ് പ്രോഫിറ്റ് 22% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 118 കോടി രൂപയിൽ നിന്നും 144 കോടി രൂപയിലേക്ക് ഉയർന്നു. M&M ഫൈനാൻസ് നെറ്റ് പ്രോഫിറ്റ് 3% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 530 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 20% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2267 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മഹാനഗർ ഗ്യാസ് നെറ്റ് പ്രോഫിറ്റ് 29% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 324.3 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. SML ഇസൂസു നെറ്റ് പ്രോഫിറ്റ് 44% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 67 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 13% ഉയർച്ച രേഖപ്പെടുത്തി. കോൾഗേറ്റ് പാം ഒലിവ് നെറ്റ് പ്രോഫിറ്റിൽ 12% നഷ്ടം നേരിട്ടുകൊണ്ട് 321 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. ടോട്ടൽ ഇൻകത്തിലും 5% ഇടിവ് നേരിടുകയുണ്ടായി. ടൈറ്റാൻ UAE ബേസ്ഡ് ആയ ദമാസ് ജ്വല്ലറിയില് 67% മജോറിറ്റി സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യുന്നതായിട്ട് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏരീസ് ഇൻഫ്രാ സൊല്യൂഷൻസ് കമ്പനിക്ക് 340 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.